വയനാട് തലപ്പുഴ കാപ്പിക്കളം പൊയിൽ പേരിയ മേഖലകൾ വെള്ളത്തിലായി. പുഴ പലയിടത്തും കരകവിഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, എന്തൊക്കെയാണ് ജില്ലയിലെ സാഹചര്യം? വേണു, വയനാടിനെ സംബന്ധിച്ച് മഴ ഇടവിട്ട് കനത്ത രീതിയിൽ പെയ്യുകയാണ്. ഇപ്പോൾ നേരിയ ശമനമുണ്ട്, പക്ഷേ ഏത് നിമിഷവും മഴ കനത്ത് പെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വയനാടിൻ്റെ വിവിധ മേഖലകളിലെല്ലാം തന്നെ വലിയ മഴയുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പനമരം നഗരത്തിലാണ്. പനമരം നഗരത്തിൽ ചാലിൽ ഭാഗം എന്ന് പറയുന്ന പ്രദേശമാണ്. റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ മൊത്തം വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. സമീപത്തു കൂടി ചെറുപുഴ ഒഴുകുന്നുണ്ട്. ആ ചെറുപുഴ ഒഴുകുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ഭാഗത്ത് വയലും റോഡും പുഴയും എല്ലാം തന്നെ ഒന്നാകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖല മാത്രമല്ല, വയനാട്ടിലെ നേരത്തെ സൂചിപ്പിച്ച തലപ്പുഴ, പേരിയ ഉൾപ്പെടെയുള്ള ഭാഗത്തും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആളുകൾ നീരൊഴുക്ക് ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. കീഴ്ത്തളങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. ചെറുപുഴ മാത്രമല്ല, തൊട്ടടുത്തുകൂടി പനമരം പുഴയും ഒഴുകുന്നുണ്ട്. അതും പലയിടങ്ങളിലും പല ജനവാസ കേന്ദ്രങ്ങളിലൂടെയും ഒഴുകി ഈ നിലയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ചേട്ടാ, വീട് ഒഴിയാനുള്ള തയ്യാറെടുപ്പിലാണോ? ഇപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് വെള്ളം കയറുന്നത്. ഈ ഭാഗത്ത് മറ്റുള്ള സൈഡുകളിൽ നല്ല രീതിയിൽ വെള്ളം കയറിയാൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതുവരെ പഞ്ചായത്തിനോ അതുപോലെ വില്ലേജ് ഓഫീസിനോ ഒരു അധികൃതർ ഇവിടെ വന്നിട്ട് ഇടപെടലോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്നത് പഞ്ചായത്ത് കിണറാണ്. ഈ 3 വർഷം 2018, 19 രൂപയിലൊക്കെ വെള്ളം കയറി മൊത്തം മൂടിയിരിക്കുക. ഒരുപാട് കുടുംബങ്ങൾ ആ കിണറാണ് ആശ്രയിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും ഇവിടുത്തെ വാർഡ് മെമ്പർ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പം നമ്മൾ സ്വമേധയാ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് ആ കിണർ വൃത്തിയാക്കിയത്. അത് പാസ്സായിട്ട് പോലും വേണ്ടത്ര നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. പ്രായമുള്ള അമ്മയുണ്ട്, പിള്ളേരുണ്ട്. ആകെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇത്രമാത്രം വലിയ പ്രശ്നമുണ്ടല്ലോ ചേട്ടാ, എന്താണ് സ്ഥിതി ഇവിടെ? അതെ, ഇവിടെ കാണുന്ന ഫുള്ളായിട്ട് വെള്ളം തന്നെയാണ്. എല്ലാം വെള്ളം കയറിയിട്ട് ഭയങ്കര കഷ്ടമാണ്. ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ക്യാമ്പിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെയാണല്ലോ ഇവിടെ. ഇനി മഴ പെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. അത് തന്നെ. എന്തായാലും ഇതാണ് ഇവരുടെ സാഹചര്യം. ഇവിടെ ഇപ്പോൾ അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഇവർ ഉന്നയിക്കുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ ഇവർ ഇവിടെ നിന്നും ഒഴിയാനുള്ള ശ്രമമെല്ലാം നടത്തുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഏതാണ്ട് സാധനങ്ങളൊക്കെ വീടുകളിൽ നിന്ന് അല്പസമയം മുമ്പാണ് ഇവർ ഇവിടെ നിന്ന് മാറ്റിയത്. നമുക്കറിയാം, ഇത് പഞ്ചായത്ത് കിണറാണ്. ആ കിണറിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം, കിണറിൻ്റെ വാക്കലിന് സമീപത്ത് വരെ വെള്ളം എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടി മഴ പെയ്താൽ ഒരുപക്ഷെ അത് കവിയാനുള്ള സാധ്യതയുണ്ട്. പ്രളയകാലത്തിൽ ഇവിടെ ഒരു 3 നാൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് 2018-ലും 2019-ലും. അതാണ് ഇവിടുത്തെ വയനാട്ടിലെ അവസ്ഥ. ചില ഇടങ്ങളിൽ ഈ വെള്ളമെല്ലാം കുതിച്ചെത്തുന്നത് നേരെ കബനിപ്പുഴയിലേക്കാണ്. കബനിപ്പുഴ ചെന്നു ചേരുന്നത് ബീച്ചനഹള്ളി അണക്കെട്ടിലേക്കാണ്. ബീച്ചനഹള്ളി അണക്കെട്ട് 60,000 ക്യൂസെക്സ് വെള്ളം ഇപ്പോൾ തുറന്നു വിടുന്നുണ്ട്. ഇന്നലെ 50,000 ആയിരുന്നു. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നുണ്ട് അധികൃതർ. പലയിടങ്ങളിൽ, അതായത് ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 25 ആയിട്ടുണ്ട്. 700ഓളം പേരെയാണ് ഇപ്പോൾ ഇതിനകം തന്നെ മാറ്റി താമസിച്ചിട്ടുള്ളത്. റെഡ് അലേർട്ട് ആയിട്ടുണ്ട് വയനാട്ടിൽ. സ്വാഭാവികമായി മഴ ഇനിയും മഴപ്പെയ്ത്ത് തുടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ദേശീയപാത, സുൽത്താൻ ബത്തേരി, നൂൽപ്പുഴ ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ എല്ലാം തന്നെ വെള്ളക്കെട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് മുത്തങ്ങ കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങയ്ക്കപ്പുറത്തുള്ള പലയിടങ്ങളിലും വനമേഖലയിൽ വെള്ളം റോഡിൽ കയറിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യമുണ്ട്. ഈ മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് വയനാട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അധികൃതർ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വേണു.